വാഴക്കാട്ടെ 17-കാരിയുടെ ദുരൂഹമരണത്തിൽ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്ത ബാലാവകാശ കമ്മീഷൻ പോലീസിന്റെ കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു. റിപ്പോർട്ട് നൽകി 5 മാസമായിട്ടും കമ്മീഷന്റെ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷംസീർ, കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് തന്നെയാണ് കുട്ടിയുടെ കുടുംബവും ആവശ്യപ്പെടുന്നത്. ബാലാവകാശ കമ്മീഷനും ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? അമൃത, ഒരു വർഷമാവുകയാണ് വാഴക്കാട് 17-കാരിയുടെ ദുരൂഹ മരണത്തിന്. അതായത് വാഴക്കാട് മുട്ടിങ്ങൽ കടവിൽ വെച്ചാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. മുട്ടിനു താഴെ മാത്രം വെള്ളമുള്ള ചാലിയാർ പുഴയിൽ വെച്ച്. മാത്രമല്ല, പെൺകുട്ടിയുടെ കൈ രണ്ടും കെട്ടി പിന്നീട് അത് അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവിടെ മുങ്ങി മരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലൊക്കെ അപ്പുറത്തേക്ക് പെൺകുട്ടിയുടെ കരാട്ടെ അധ്യാപകനെതിരെ പെൺകുട്ടി ഒരു പീഡന പരാതി വാഴക്കാട് പോലീസിൽ നൽകിയിരുന്നു. ഈ പരാതി കൊടുത്ത് മൊഴിയെടുക്കാൻ പോലീസ് വിളിപ്പിക്കുന്നതിന് മുൻപാണ്, പെൺകുട്ടി മൊഴി കൊടുക്കുന്നതിന് മുൻപാണ് ഈ സംഭവം നടന്നത്. തുടങ്ങിയ ദുരൂഹതകളാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ ആരോപിക്കുന്നത്. അവിടെ ആത്മഹത്യയുടേതായ ഒരു സാഹചര്യവും ഇല്ല എന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. കൊലപാതകം തന്നെയാണെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നു. ഈ കേസിലാണ് ഇപ്പോൾ അത് എങ്ങും എത്താത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. ആദ്യം ലോക്കൽ പോലീസ്, വാഴക്കാട് പോലീസ് കേസ് അന്വേഷിച്ചു. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറി. ഇവിടെയൊന്നും കൊലപാതകം തെളിയിക്കത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ്. പോലീസ് ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് കുടുംബം, പ്രത്യേകിച്ച് സഹോദരിയും ഉമ്മയും ഒക്കെ ആരോപിക്കുന്നത്. ആക്ഷൻ കമ്മിറ്റിയും ഇതുതന്നെയാണ് ആരോപിക്കുന്നത്. ഇപ്പോൾ ഈ കേസിൽ പിന്നീട് പോക്സോ വകുപ്പ് ചുമത്തിക്കൊണ്ട് ഈ സിദ്ദീഖ് അലി എന്ന കരാട്ട അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ ഈ സിദ്ദീഖ് അലി വിയൂർ ജയിലിൽ കഴിയുകയാണ് ഒരു വർഷമായി. അപ്പോഴും ഇതിന് പിന്നിൽ ആരാണ്, ഈ കൃത്യത്തിന് പിന്നിൽ എന്നുള്ള കാര്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ വിഷയത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ 5 മാസം മുൻപ് സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതിൽ പോലീസിന്റെ കണ്ടെത്തലുകളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ ഒരു CBI അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തര വകുപ്പിനോട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിക്കുന്നു കൂടി. ഇത് 5 മാസം ആവുകയാണ് ഈ നിർദ്ദേശം വെച്ചിട്ട്. മാത്രമല്ല, പെൺകുട്ടിയുടെ കുടുംബവും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേസ് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് 3 മാസം മുൻപാണ്. ഇതിലൊന്നും ഒരു നടപടിയും തുടർ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് കുടുംബം പറയുന്നതിന് തക്കതായ കാരണമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേസ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നതെന്നാണ് ഈ ഒരു വർഷമാകുമ്പോഴും കുടുംബവും നാട്ടുകാരും ആക്ഷൻ കമ്മിറ്റിയും ഒക്കെ ചോദിക്കുന്നത്. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.